അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. എനിക്ക് അൽഹംദുലില്ലാ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ സുഖമല്ലേ? റമളാനൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് നമ്മൾ റമളാനിൽ നമ്മൾ പുതിയ ഡ്രസ്സ് വാങ്ങുന്നവരാണ്. അപ്പോൾ ഈ റമളാൻ മാസത്തിലായാലും പുതിയ പെരുന്നാൾക്കിടാൻ വേണ്ടിയിട്ട് പെരുന്നാളിൻ്റെ സുന്നത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് പുതുവസ്ത്രം ധരിക്കുക എന്നുള്ളത്. ഉള്ളവൻ വസ്ത്രം ധരിക്കുക, ഇല്ലാത്തവനാണെങ്കിൽ ഉള്ളതിൽ നല്ല വൃത്തിയുള്ള വസ്ത്രം ധരിക്കുക എന്നാണ്. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് എന്ന് വെച്ചാൽ പുതുവസ്ത്രം വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാവുന്ന ചെറിയ കാര്യമാണെങ്കിലും അതിൻ്റെ പ്രതിഫലം, അതിൻ്റെ മഹത്വം ഒരുപാടാണ്. അപ്പോൾ നിങ്ങൾ കളയരുത്. ഈ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ഇനി അത് ചെയ്തിരിക്കണം. പുതുവസ്ത്രം വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂലിയുള്ളൊരു കാര്യമാണ്. അപ്പം നമ്മൾ വാങ്ങുന്നത് എന്തായിക്കോട്ടെ, ചെറിയതായാലും വലുതായാലും എന്തും പുതിയ വസ്ത്രം വാങ്ങിക്കഴിഞ്ഞാലും അതൊരു ടവലിൻ്റെ പീസായാൽ കൂടി നിങ്ങൾ ചെയ്യേണ്ടത് ചെറിയ 2 സൂറത്ത് ഓതി മന്ത്രിക്കുക എന്നുള്ളതാണ്. അപ്പം ആ ഓതുന്നതിലൂടെ നിങ്ങൾക്ക് ആ ഒരു സാധനം നശിക്കുന്നത് വരെ, നമ്മൾ ഉപയോഗിച്ച് അത് നശിക്കുന്നത് വരെ അതിൻ്റെ പ്രതിഫലം നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കുമെന്നാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല അതിൻ്റെ മഹത്വം, അതിൻ്റെ ബർക്കത്ത് നമുക്ക് ചൊരിഞ്ഞുകൊണ്ടേയിരിക്കും. ആ വസ്ത്രം ധരിക്കുന്നവൻ്റെ കുടുംബത്തിന് ഐക്യവും ബർക്കത്തും കൊടുക്കുന്നതാണ്. ശാരീരികമായും സാമ്പത്തികമായും അവർക്ക് മുന്നേറ്റമുണ്ടാവും. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട ചെറിയൊരു സൂറത്തുകളാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ കാഫിറൂൻ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും പരിചയമുള്ള ചെറിയൊരു സൂറത്താണ്. ആകെ 5-6 ആയത്തുള്ള ഒരു സൂറത്താണ്. അപ്പോൾ ഈ ഒരു സൂറത്ത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ഗ്ലാസ്സിലോ മറ്റും വെള്ളം എടുത്തതിന് ശേഷം നിങ്ങൾ 10 പ്രാവശ്യം ഈ സൂറത്ത് ഓതുക. 10 പ്രാവശ്യം ഓതുന്നതിനുപരി ഓരോ പ്രാവശ്യം ഓതിക്കഴിഞ്ഞാലും നിങ്ങൾ ആ വെള്ളത്തിൽ മന്ത്രിച്ച് ഊതുക. അപ്പം അങ്ങനെ 10 പ്രാവശ്യം നിങ്ങൾ മന്ത്രിച്ച് ഊതിയതിന് ശേഷം സൂറത്തുൽ ഇഖ്ലാസ് എന്ന് പറയുന്നത് ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് തുടങ്ങുന്ന സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. ഈ ഒരു സൂറത്തും നിങ്ങൾ 10 തവണ ഓതേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഫസ്റ്റ് ചെയ്തതുപോലെ തന്നെ നിങ്ങൾ 10 പ്രാവശ്യം ഓതുമ്പോഴും ഓരോ പ്രാവശ്യവും ഈ ഒരു വെള്ളത്തിൽ മന്ത്രിച്ച് ഊതുക. അതിനുശേഷം നിങ്ങൾ ഈ 2 സൂറത്തും ഓതി മന്ത്രിച്ചതിന് ശേഷം ആ വെള്ളം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു കാര്യമാണ്. അപ്പോൾ ഈ വെള്ളം നിങ്ങൾ പുതുവസ്ത്രത്തിൽ കുടയുക. കൈ മുക്കിയതിന് ശേഷം അല്ലെങ്കിൽ സ്പ്രേ ബോട്ടിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യുക. കുടഞ്ഞതിന് ശേഷം നിങ്ങൾ ആ വസ്ത്രം ധരിക്കുക. അത് നിങ്ങൾ ഇന്ന് കുടഞ്ഞ പാട് നിങ്ങൾക്ക് അതിന് ശേഷം എപ്പോൾ വേണമെങ്കിലും ധരിക്കാം. പക്ഷേ വാങ്ങിയതിന് ശേഷം ഇത് ചെയ്തിരിക്കണം. കാരണം അതിൻ്റെ ബർക്കത്ത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയും മഹത്വമേറിയ ബർക്കത്ത് ഉണ്ടാവുന്നത്. അപ്പം നമുക്ക് ചെറിയ കാര്യം ചെയ്യേ വേണ്ടുള്ളൂ. ഈ ഒരു 2 സൂറത്ത് ഓതാൻ വെറും 5-10 മിനിറ്റേ വേണ്ടുള്ളൂ. അപ്പം അതങ്ങനെ വെറുതെ കളയരുത്. നിങ്ങൾ അറിഞ്ഞ കാര്യം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുത്തി തീർക്കുക, നിത്യമാക്കി കൊണ്ടുവരിക. ഇങ്ങനെ പുതുവസ്ത്രം വാങ്ങിക്കഴിഞ്ഞാൽ എന്തെങ്കിലും വാങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യുക. ഇത് ഞാൻ പറയുന്നത് കൊണ്ട് നിങ്ങൾ തട്ടിക്കളയണ്ട. ഇത് ഹദീസിലുള്ള കാര്യമാണ്. ഞാനൊരു പെണ്ണായതുകൊണ്ട് ചില ആൾക്ക് സ്വീകരിക്കാൻ മടിയുണ്ടാവും. പക്ഷേ ഇതൊരു ഉസ്താദ പറയുന്നതെങ്കിൽ അത് ഏറ്റെടുക്കും. അങ്ങനെയാണ് നമ്മുടെ സമൂഹം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വസ്ത്രം വാങ്ങിയതിന് ശേഷം ഈ കാര്യങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ബർക്കത്തുണ്ടാവുകയും അതുപോലെ തന്നെ കുടുംബം ഐക്യത്തിൽ പോവുകയും ചെയ്യുകയാണെങ്കിൽ അൽഹംദുലില്ലാ എന്ന് പറയാം. കാരണം അതാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്. ഇൻഷാ അല്ലാഹ് ഇങ്ങനെയുള്ള നല്ല വീഡിയോസിന് വേണ്ടി നിങ്ങൾ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. ഇൻഷാ അല്ലാഹ് പെരുന്നാളൊക്കെ അല്ലേ വരുന്നത്, എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുക. എല്ലാവരും ഹൈറായ രീതിയിൽ നിൽക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം.